കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോതമംഗലത്ത് ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിയുക്ത കോതമംഗലം MLA ഷിബു തെക്കുംപുറം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മെയ് 12, 13 തീയതികളിൽ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിലായിരുന്നു ക്യാമ്പ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിയുക്ത കോതമംഗലം MLA ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം ക്യാമ്പ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ തട്ടേക്കാട് ഏറ്റവും പ്രകൃതി രമണീയമായ സ്ഥലത്ത് നടത്തുകയാണ്. ഈ ക്യാമ്പിന് ആദ്യമേ തന്നെ എല്ലാവിധ ആശംസകളും ഞാൻ പ്രത്യേകമായി അർപ്പിക്കുകയാണ്. 2 ദിവസത്തെ ക്യാമ്പ് തീർച്ചയായും നമുക്ക് കൂടുതൽ കരുത്ത് പകരുവാനും എല്ലാ തരത്തിലും സംഘടനയെ ശക്തമായി നയിക്കുവാനും ഒക്കെ വലിയ ആവേശം നൽകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാ തരത്തിലും വലിയ വെല്ലുവിളികൾ നമ്മൾ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. 10 വർഷക്കാലമായി ദുർഭരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിനെതിരെയുള്ള വലിയ പോരാട്ടത്തിൽ കേരളത്തെയും കോതമംഗലത്തെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നത്. എല്ലാവരുടെയും വലിയ പ്രവർത്തനം കൊണ്ട്, എല്ലാവരുടെയും വലിയ സഹകരണം കൊണ്ട് ഉജ്ജ്വലമായ വിജയമാണ് കോതമംഗലത്തും സംസ്ഥാനത്തും നമുക്ക് നേടുവാനായിട്ട് കഴിഞ്ഞത്. തിരഞ്ഞെടുപ്പ് വിജയത്തിൽ KSSPAയുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നുവെന്നും വരും നാളുകളിലും സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സിബി ജെ അടപ്പൂർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PV പൗലോസ് ആമുഖ പ്രഭാഷണം നടത്തി. കുട്ടമ്പുഴ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി പൊട്ടക്കൽ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പീറ്റർ മാത്യു, സംസ്ഥാന വനിതാ ഫോറം സെക്രട്ടറി ആലിസ് കറിയ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PM മൈദീൻ, ജില്ലാ പ്രസിഡന്റ് CA അലിക്കുഞ്ഞ്, സംസ്ഥാന കമ്മിറ്റി അംഗം KC ജോസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജിജി പോൾ, സംസ്ഥാന കൗൺസിലർ KL ഷാജു, KP അഷ്റഫ്, മുനിസിപ്പൽ കൗൺസിലർ NI അഗസ്റ്റിൻ, ആബിദ NH, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മാർട്ടിൻ കീഴേമാടൻ, ട്രഷറർ PS റഷീദ് എന്നിവർ പങ്കെടുത്തു. നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം KSSPA എന്താണ് എന്നവർക്ക് കൃത്യമായി അറിയാമെന്നതിന്റെ സൂചനയാണ് ആ സ്ഥാനാർത്ഥിത്വം ലഭിച്ചത്. കാരണം ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി പലരും നേതാക്കളുടെ വീട് കയറി നടക്കുമ്പോൾ നമ്മളെ നിർബന്ധിച്ച് കെട്ടി ഏൽപ്പിച്ചതെന്ന് പറയാം. പക്ഷെ ഞങ്ങൾ ചിട്ടയായി പണിയെടുത്തു. മറ്റ് സമിതികളുടെ സ്ക്വാഡ് വർക്കിനോട് ഒപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ 10-20 പേരടങ്ങുന്ന KSSPAയുടെ സ്ക്വാഡ് സ്വന്തമായി നമ്മുടെ വാർഡുകളിൽ പണിയെടുത്തതിന്റെ ഫലമാണ് ഈ ഇരിക്കുന്ന ജനപ്രതിനിധികൾ. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.